നമ്മുടെ മലയാളിയായിട്ടുള്ള അനിമോൾ തോമസ് എന്നൊരു നേഴ്സ് NMC കംപ്ലീറ്റായിട്ട് സ്ട്രക്ക് ഓഫ് ചെയ്തിരിക്കുന്നു. ആ പുള്ളിക്കാർക്ക് ഒരു സീഷർ ഉണ്ടാകുന്നു, അപസ്മാര ബാധയുണ്ടാകുന്നു. ആ ബാധ തിരിച്ചറിയുന്നത് ഈ പുള്ളിക്കാർ പരാജയപ്പെട്ടു. ഈ പുള്ളിക്കാർ എമർജൻസി ബെല്ലടിച്ചില്ല. മുടിയിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ ചെയ്യാം. എല്ലാ ഫോറിനേഴ്സും ആദ്യം വരുന്ന കാലത്ത് അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നമാണ് ഭാഷയിലുള്ള പോരായ്മകൾ. ഇങ്ങനെ ചിരിച്ചെങ്ങ് പിടിച്ചേക്കും. അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അവർക്ക് ചിലപ്പോൾ മനസ്സിലായേക്കാം, മനസ്സിലാകാതിരിക്കാം. ഇവർ അതിൻ്റെ എവിഡൻസ് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് NMC. ഒരിക്കൽ പോലും ഈ പുള്ളിക്കാർ ഈ എവിഡൻസ് ഹാജരാക്കിയിട്ടില്ല. സസ്പെൻഷൻ പീരീഡ് തന്നെ പുള്ളിക്കാർ രാജ്യം വിട്ടങ്ങ് പോയി. സ്വാഭാവികമായിട്ട് ഇവർക്ക് മുമ്പോട്ട് കോൺടാക്ട് ചെയ്യാൻ, ഈ കേസ് മുമ്പോട്ട് നടത്താനുള്ള മാർഗ്ഗമില്ലാതാവുന്നു. ഞാൻ ആരോടും മിണ്ടില്ല എന്ന് ചിരിച്ചുകൊണ്ട് മാത്രമേ ഇരിക്കത്തുള്ളെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഭാഷയിൽ പ്രാവീണ്യം ഉണ്ടാക്കാൻ പോകുന്നില്ല. ഹലോ ഫ്രണ്ട്സ്, ഇച്ചയും വെച്ചിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കേസ് സ്റ്റഡിയാണ് പറയുന്നത്. ഒരു നേഴ്സ്, നമ്മുടെ മലയാളിയായിട്ടുള്ള അനിമോൾ തോമസ് എന്നൊരു നേഴ്സ് NMC കംപ്ലീറ്റായിട്ട് സ്ട്രക്ക് ഓഫ് ചെയ്തിരിക്കുന്നു. രജിസ്റ്ററിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു. ആൾ രാജ്യം വിട്ടു പോയിരിക്കുന്നു. ശിക്ഷാ നടപടികൾ ഒഴിവാക്കാൻ വേണ്ടി രാജ്യം വിട്ടു പോയിരിക്കുന്നു. ഇത് SX നടന്ന കേസാണ്. എന്താണ് കേസ് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ അതിനേക്കാളും കൂടുതൽ എന്താണ് നമ്മൾ ഇതിന് പഠിക്കേണ്ടതെന്ന് മാത്രമാണ് ഇതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സംഭവം നടക്കുന്നത് 2021 ഓഗസ്റ്റ് മുതൽ 2021 ഓഗസ്റ്റ് മുതൽ 2022 മെയ് വരെയുള്ള സമയത്ത് SXലെ ബ്രൂംഫീൽഡ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് ഈ പുള്ളിക്കാർ ജോലി ചെയ്തിരുന്നത്. SXലെ ബ്രൂംഫീൽഡ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് ഈ പുള്ളിക്കാർ വർക്ക് ചെയ്യുന്നത്. ആളുടെ ഫുൾ നെയിം അനിമോൾ തോമസ് പുത്തൻപുരയ്ക്കൽ. ഈ ആൾ UK വന്ന് ഇവിടെ നമ്മുടെ സൈഫ് വഴിയുള്ള ഒരു പാത്തുണ്ട്. നമുക്ക് IELTS എഴുതിയെടുത്തുള്ള രജിസ്ട്രേഷൻ നമുക്ക് എടുക്കാം. IELTSൻ്റെ എക്സാം കാണിച്ചുകൊണ്ട് നമുക്ക് എടുക്കാം. അതല്ലാതെ നമുക്ക് ഇംഗ്ലീഷ് ഭാഷയ്ക്കകത്ത് പ്രാവീണ്യമുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് രജിസ്ട്രേഷൻ നേടിയെടുക്കാം. ഇതെങ്ങനെയാണ് ഈ പുള്ളിക്കാർ ഈ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത് നമുക്കറിയത്തില്ല. പക്ഷേ ഇതിനകത്ത് ഈ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ ഇത്രയും ഗുരുതരമായ കുറ്റം NMC ആരോപിക്കാൻ കാരണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഈ ഭാഷയുടെ കാര്യങ്ങൾ എടുത്തു പറയുന്നത്. ഇവിടെ ആകെ 3-4 കാര്യങ്ങളാകെ പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഒരു പുള്ളിക്കാരി ഈ പുള്ളിക്കാരെ കെയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ പുള്ളിക്കാർക്ക് ഒരു സീഷർ ഉണ്ടാകുന്നു, അപസ്മാര ബാധയുണ്ടാകുന്നു. ആ ബാധ തിരിച്ചറിയുന്നത് ഈ പുള്ളിക്കാർ പരാജയപ്പെട്ടു. ഈ പുള്ളിക്കാരി എമർജൻസി ബെല്ലടിച്ചില്ല. ഏതൊരാൾക്കും കോമൺ സെൻസാണ്, ഇത് എൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യം. അല്ലെങ്കിൽ എമർജൻസി ബെല്ലടിക്കുക, ആരെങ്കിലും ഉടനെ കൂടുതൽ സ്റ്റാഫ് ഓടി വരുന്നു, അല്ലെങ്കിൽ കൂടുതൽ സപ്പോർട്ട് ആവശ്യമുള്ള ആൾക്കാർ ആവശ്യം വരുന്നു. അപ്പോൾ ആ സപ്പോർട്ടിനുള്ള ആൾക്കാർ എപ്പോഴും അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ എപ്പോഴും അവൈലബിൾ ആണ്. ഹോസ്പിറ്റലിൽ നല്ല ഏത് കെയർ സെറ്റപ്പിനകത്തും അത് എപ്പോഴും അവൈലബിൾ ആണ്. കൂടുതൽ സ്റ്റാഫിന് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഈ പുള്ളിക്കാരി എമർജൻസി ബെല്ലടിച്ചില്ല. ഇത് നടന്നത് സിഷറാണെന്ന് അവർക്ക് മനസ്സിലാകുന്നുമില്ല, അവരത് റിപ്പോർട്ട് ചെയ്യുന്നുമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. പിന്നൊന്ന്, 2022 ഏപ്രിൽ 1 ഒരു രോഗിയുടെ സ്റ്റൂൾ ചാർട്ട് പുള്ളിക്കാരി പരിശോധിക്കുന്നത് പുള്ളിക്കാരി വായിച്ചു എന്നുള്ളത് രേഖയുണ്ടെന്ന്, അതാ പുള്ളിക്കാരി എന്ന് പറയുന്നു. പക്ഷേ അതിനകത്ത് ലെക്സേറ്റീവ് കൊടുക്കണമെന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായില്ല. അത് ജഡ്ജ്മെൻറ്റ് നമ്മൾ പറയുന്നത്, നമ്മുടെ ക്ലിനിക്കൽ ഡിസിഷൻ പറയുന്നത്. ഇത് നാട്ടിൽ നിന്ന് വരുന്ന നേഴ്സുമാർക്കിടെ കണ്ടുവരുന്നൊരു പ്രോബ്ലങ്ങളുള്ളതാണ്. ആരെങ്കിലും പറയണം, മുടിയിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ ചെയ്യാം, ഞാൻ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കില്ല. അപ്പോൾ ഇതും എനിക്ക് മനസ്സിലാക്കണം. പുള്ളിക്കാരുടെ റിട്ടേൺ ഡിഫൻസിനകത്ത് ഇതിനെക്കുറിച്ചൊരു സൂചനയുണ്ട്. വേറെ ആരെങ്കിലും ഈ തീരുമാനം എടുക്കുകയായിരുന്നെങ്കിൽ പുള്ളിക്കാരി ചെയ്തേനെ. പക്ഷേ പുള്ളിക്കാരിക്ക് ഒറ്റയ്ക്ക് ആ തീരുമാനം എടുക്കാനുള്ള കഴിവില്ലായിരുന്നു എന്ന് പുള്ളിക്കാരി ഇങ്ങ് പറഞ്ഞു. അതേ ദിവസം തന്നെ ഒരു രോഗിക്ക് 6 മണിക്ക് നൽകേണ്ട ഒരു മെഡിക്കേഷൻ അത് സൈൻ ചെയ്തിട്ടിരുന്ന ശ്രദ്ധയിൽപ്പെട്ടു. പുള്ളിക്കാരിക്ക് മനസ്സിലായി സൈൻ ചെയ്തിട്ടിരുന്നുള്ളത്. പക്ഷെ അത് നൽകണോ വേണ്ടെന്ന് പുള്ളിക്കാരിക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഇതും ഒറ്റയ്ക്കുള്ള ഡിസിഷൻ്റെ ഭാഗം. ഇതാണ് നാട്ടിലെ നേഴ്സിംഗ്, ഇവിടുത്തെ നേഴ്സിംഗ് എന്നുള്ള വ്യത്യാസമാണിത്. നിങ്ങൾക്ക് നേഴ്സ് എന്നുള്ളതല്ലേ കുറേയേറെ കാര്യങ്ങൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടതും നിങ്ങൾ ആക്ട് ചെയ്യേണ്ടതുമുണ്ട്. അത് നിങ്ങളുടെ ആ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്കോപ്പ് ഓഫ് വർക്കാണ്. അതല്ലാതെ എല്ലാത്തിനും ഡോക്ടറെ വായു സീനിയറെ വായു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നാട്ടിൻ്റെ ആ സിസ്റ്റം അല്ല ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇനി അതേ ദിവസം തന്നെ ഈ പുള്ളിക്കാരി ഒരു രോഗിയുടെ വായിക്കകത്ത് ഗുളികകൾ ഇട്ട ശേഷം അത് തള്ളിക്കയറ്റി വെച്ചു. അത് രോഗി വിഴുങ്ങുന്നില്ലാത്തതുകൊണ്ട് തള്ളിക്കയറ്റി വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് വിട്ടു. ഇത്രയും സംഭവത്തിനകത്ത് പുള്ളിക്കാരിക്ക് എതിരെ ഇൻവെസ്റ്റിഗേഷൻ പോയി. പുള്ളിയുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ആളാണ് പുള്ളിക്കാരിക്കെതിരെ വിറ്റ്നസ് കൊടുത്തത്. ഇതിനെല്ലാം പുള്ളിക്കാരി കാരണമായിട്ട് പറയുന്ന വാചകം എന്ന് പറയുന്നത്, ഞാൻ സീനിയറിനെ വെയിറ്റ് ചെയ്യുമായിരുന്നു, ഞാനൊരു സൂപ്പർ ന്യൂമറി നേഴ്സാണ്, അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല എന്ന് പുള്ളിക്കാരി അങ്ങ് വിചാരിക്കുന്നു. അസ്യൂംഡ് എന്നാണ്. അതായത് പുള്ളിക്കാരോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. സൂപ്പർ ന്യൂമറി ആണെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. എന്തൊക്കെയാണ് പുള്ളിക്കാരുടെ സ്കോപ്പ് ഓഫ് വർക്ക്? സൂപ്പർ ന്യൂമറി ആയിട്ട് നിൽക്കുന്ന നേഴ്സിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാതിരിക്കാം, ഇതിന് ഒരു ഗൈഡൻസ് തീർച്ചയായിട്ടും കാണണം. ഇതൊന്നും വായിക്കുകയോ പറയുകയോ ചെയ്യാതെയോ അല്ലെങ്കിൽ വായിച്ച സാധനം മനസ്സിലാകാതെയാണോ ഫ്ലോറിൽ വർക്ക് ചെയ്തത് നമുക്കറിയത്തില്ല. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പോട്ട് ഈ കേസ് NMC ആർഗ്യൂ ചെയ്യുന്നൊരു സ്റ്റൈലുണ്ട്. ഇവർ ഈ ആദ്യത്തെ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഈ പുള്ളിക്കാരെ കൊണ്ട് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ലഭിച്ചു. അതൊരു കോമൺ പ്രൊസീജിയറാണ്, എല്ലായിടത്തും എഴുതി കൊടുക്കുന്നതാണ്.
ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഈ പുള്ളിക്കാരി സമ്മതിക്കുന്നുണ്ട് ഈ പറഞ്ഞ സംഭവം പുള്ളിക്കാരിക്ക് അറിയാമെന്നും ഈ പുള്ളിക്കാരിക്ക് അഡീഷണലി ഷി ക്ലെയിംഡ് ഷി വാസ് നോട്ട് ഏബിൾ ടു മേക്ക് എനി ഡിസിഷൻസ് അലോൺ ആൻഡ് ഹാഡ് ടു വെയിറ്റ് ഫോർ എ സീനിയർ നേഴ്സ് ടു അസസ് ബിക്കോസ് ഷി വാസ് എ സൂപ്പർ ന്യൂമറി പ്രൊവൈഡിങ് എൻ എക്സ്ട്രാ പെയർ ഓഫ് ഹാൻഡ്സ് എന്നായിരുന്നു പുള്ളിക്കാരുടെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പുള്ളിക്കാരി എഴുതി കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അത് ക്ലിയർ ആയിട്ട് ഈ നിങ്ങൾ ആ നോട്ട് വായിച്ചു നോക്കിയാൽ മനസ്സിലായി. റിട്ടേൺ എവിഡൻസ് അവർ എടുത്ത് പറയുന്നുണ്ട്. മിസ് പുത്തൻപുരയ്ക്കൽ തോമസ് അഡ്മിറ്റഡ് ഷി സ്ട്രഗിൾഡ് വിത്ത് ദി ഇംഗ്ലീഷ് ആക്സെന്റ് ബിക്കോസ് ഇറ്റ് വാസ് ഹെർ ഫസ്റ്റ് ടൈം എവേ ഫ്രം ഹെർ ഹോം കൺട്രി. നിങ്ങൾ കേട്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങൾ തന്നെ പറയുക. നമ്മുടെ കൂട്ടത്തിലുള്ള ഭൂരിഭാഗം പേരുടെ ആദ്യത്തെ ഒരു എക്സ്ക്യൂസാണിത്. ഞാനിപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് വേറൊരു നാട്ടോട്ട് വരുമ്പോൾ വേറൊരു ഭാഷ പെരുമാറുമ്പോൾ ഇച്ചിരിയൊക്കെ പോരായ്മകളൊക്കെ വരും. നമ്മുടെ നാട്ടിൽ സീരിയലിനകത്ത് അഭിനയിക്കല്ല ആണോ? എന്നാൽ ബേസിക്കലി ഇത് ഇവിടുത്തെ നോർമൽ ഒരു തർക്കമുള്ളതാണ്. എനിക്കവർ പറഞ്ഞാൽ മനസ്സിലായില്ല, അവർ പറഞ്ഞാൽ മനസ്സിലാകത്തോണ്ട് ഞാനിങ്ങനെ ഒന്ന് ചിരിച്ചു പിടിച്ചു തന്നു. കാരണം ഇവിടുത്തെ കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റൈലാണിത്. നമ്മുടെ മലയാള നേഴ്സുമാരുടെ പ്രത്യേകത അറിയത്തില്ലെങ്കിൽ ഐ ആം റിയലി സോറി ഐ ഡിഡ്ന്റ് ഗെറ്റ് ഇറ്റ്, കുഡ് യു പ്ലീസ് റിപ്പീറ്റ് എന്നൊരു വാചകം ആരും പറയില്ല. എല്ലാവരും ഇങ്ങനെ നമ്മൾ അവരുടെ വിചാരം അപ്പുറത്തിരിക്കുന്ന ആൾക്ക് മനസ്സിലാകുന്നത് ഈ ആൾക്ക് ചിലപ്പോൾ ഈ ഇംഗ്ലീഷ് നമ്മോട് സംസാരിച്ച ആൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കാണ് ഈ ഇദ്ദേഹത്തിന് ഇത് പിടികിട്ടിയില്ല, ഈ നേഴ്സിന് ഇത് പിടികിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ കേരളിന് ഇത് പിടികിട്ടിയിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും. അവരുടെ ഭാഷയിൽ അവർക്കത് മനസ്സിലാകുന്നുണ്ടായിരിക്കും. പക്ഷേ അവർ നിങ്ങളെ തിരുത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇതാണ് ബേസിക്കലി ഇവിടെ എല്ലാ കെയർ സെറ്റപ്പിനകത്ത് നടക്കുന്നത്. ഇത് നമ്മുടെ മാത്രം അല്ല, എല്ലാ ഫോറിനേഴ്സും ആദ്യം വരുന്ന കാലത്ത് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഭാഷയിലുള്ള പോരായ്മകൾ, ആക്സെൻറ്റിലുള്ള ഡിഫറൻസ്. കാരണം ഇവിടുത്തെ ഓരോ 50 മൈൽ മാറുമ്പോഴും ഇവിടുത്തെ ഇംഗ്ലീഷിൻ്റെ ആക്സെൻറ്റിന് മാറ്റമുണ്ട്. ഉച്ചാരണം, സ്റ്റൈൽ, ഉപയോഗ രീതികൾ, ഈ ഡബിൾ മീനിങ് സംസാരിക്കുന്ന സാധനങ്ങളെല്ലാം മാറിക്കൊണ്ടേയിരിക്കും. ഇനി ഇതൊന്നും ഞാൻ പഠിക്കുകയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതെല്ലാം പഠിച്ചേ പറ്റൂ. നിങ്ങൾ ഏത് ലോക്കൽ ഏരിയക്കകത്താണ് വർക്ക് ചെയ്യുന്നത് അവിടെ നിങ്ങളത് പഠിച്ചേ പറ്റൂ. ഇതാണ് സംഭവം. ഇനി നിങ്ങൾ വർക്ക് ചെയ്യുന്ന ലണ്ടനോട് ബന്ധപ്പെട്ട് എല്ലാ ആക്സെൻറ്റിലുള്ള ഭാഷകൾ സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരുള്ള ഇടത്താണെന്ന് വെച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ക്ലയൻറ്റോ അല്ലെങ്കിൽ ക്ലയൻറ്റ് റിലേറ്റീവോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്ന ഈ പാർട്ടിയോ വരുന്നത് ചിലപ്പോൾ സ്കോട്ട്ലൻഡിൽ നിന്നായിരിക്കും. അപ്പോഴും നിങ്ങൾക്ക് ഇതേ പ്രശ്നം ഉണ്ടാവും. ഇവിടെയെല്ലാം സിമ്പിളായിട്ട് നമ്മുടെ നാട്ടിൽ കാസർഗോഡ് നിർത്തം വന്ന് മലയാളം സംസാരിക്കുക കിനി മുനി എന്ന് നമ്മോട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പറയും, അയ്യോ അണ്ണാ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ മലയാളം എനിക്ക് മനസ്സിലായില്ല. ഇതല്ലേ നമ്മൾ പറയുന്നേ. കോട്ടയം സൈഡിൽ, പാലാ സൈഡിൽ, ഇടുക്കി സൈഡിൽ വന്ന് സംസാരിക്കും. നമ്മൾ പറഞ്ഞെന്തോ, അയ്യോ ഇത് എന്ത് ലാംഗ്വേജ്, എനിക്കൊന്നും മനസ്സിലായില്ല. അത് കളിയാക്കുന്നൊന്നുമല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് അവരോട് പറയണ്ടേ. ഇത് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് ഭയങ്കര നാണക്കേടാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. വളരെ സിമ്പിളായിട്ട് സോറി ഐ ഡിഡ്ന്റ് ഗെറ്റ് ഇറ്റ്, ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്, കുഡ് യു പ്ലീസ് റിപ്പീറ്റ് എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ ചിരിച്ചങ്ങ് പിടിച്ചേക്കും. അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അവർക്ക് ചിലപ്പോൾ മനസ്സിലായേക്കാം, മനസ്സിലാകാതിരിക്കാം. ചില ഭൂരിഭാഗം പേരും മര്യാദ ഓർത്ത് അവരങ്ങ് അസ്യൂം ചെയ്യും ഇവർക്ക് മനസ്സിലായി കാണുമായിരിക്കും എന്നോർത്ത് അവരങ്ങ് വിടും. ഇവിടെയാണ് ഈ പ്രോബ്ലം കിടക്കുന്നത്. ഈ കൊച്ചിൻ്റെ കേസ് കേട്ടിൽ സംഭവിച്ചിരിക്കുന്ന സംഭവം എനിക്ക് മനസ്സിലാക്കണം. ഈ കേസ് NMCയുടെ ഫിറ്റ്നസ് ടു പ്രാക്ടീസ് കമ്മിറ്റി അത് കഴിഞ്ഞാണ് പരിഗണിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം എടുത്തു. അത് കഴിഞ്ഞ് അവർ ഇത് ഫോർവേഡ് ചെയ്തു. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഇവർക്ക് ഇത് ഫോർവേഡ് ചെയ്തു NMCക്ക്. 2024 മെയ് 24 ആദ്യം 12 മാസത്തിന് സസ്പെൻഷൻ വിധിച്ചു. ആ പുള്ളിക്കാരിക്ക് സമയമുണ്ട്, ഇഷ്ടം പോലെ ടൈമുണ്ട്. 2024 മെയ് എന്ന് പറഞ്ഞാൽ 2 വർഷം മുമ്പ് ഇഷ്ടം പോലെ സമയമുണ്ട് ഒരു ഡെസിഷൻ മേക്ക് ചെയ്യാൻ, നിങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ, ആളെ വിളിക്കാൻ, യൂണിയനെ കോൺടാക്ട് ചെയ്യാൻ, അവിടുന്ന് ലീഗൽ അഡ്വൈസ് എടുക്കാനൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ട്. അതൊന്നും ചെയ്തിട്ടില്ല. ഒരു സാധനം പോലും പുള്ളിക്കാർ ചെയ്തില്ല. NMCയുടെ ഒരു തരത്തിലും ഈ പുള്ളിക്കാർ സഹകരിച്ചിട്ടില്ല. 2023 മാർച്ച് മുതൽ ഒരൊറ്റ ഇമെയിലിന്, ഒരു ഫോൺ കോളിന് പോലും ഈ പുള്ളിക്കാർ മറുപടി നൽകിയിട്ടില്ല. ഷീ ക്ലെയിംഡ് ഷീ വാസ് നോട്ട് ഏബിൾ ടു മേക്ക് എനി ഡിസിഷൻസ് അലോൺ ആൻഡ് ഷീ ഹാഡ് ടു വെയിറ്റ് ഫോർ എ സീനിയർ നേഴ്സ് ടു അസിസ്റ്റ്. ഓക്കെ, അതിനകത്ത് വേറൊരു സംഭവത്തെ പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് IELTSൻ്റെ ഇതുണ്ട്, എനിക്ക് IELTS ഈ എക്സാം ഞാൻ എഴുതിയതാണ്, എനിക്കതിൻ്റെ സർട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് ഈ പുള്ളിക്കാർ പറയുന്നുണ്ട്. ഇവർ അതിൻ്റെ എവിഡൻസ് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് NMC. ഒരിക്കൽ പോലും ഈ പുള്ളിക്കാർ ഈ എവിഡൻസ് ഹാജരാക്കിയിട്ടില്ല. അപ്പോൾ എവിഡൻസ് എന്ത് സംഭവിച്ചു? എന്തുകൊണ്ടാണ് പുള്ളിക്കാർ ഇത് ഹാജരാക്കാത്തത്? നമ്മൾ പാസ് ചെയ്ത് എഴുതിക്കുന്ന എക്സാം നമ്മൾ ഹാജരാക്കുന്നതിന് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? എന്തുകൊണ്ട് പുള്ളിക്കാർ ഇത് ഹാജരാക്കിയിട്ടില്ല? അങ്ങനെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തിയതിൻ്റെയോ ഇംഗ്ലീഷ് മെച്ചപ്പെടാൻ വേണ്ടി പുള്ളിക്കാരി എന്തെങ്കിലും ചെയ്തതിൻ്റെ ആയിട്ടുള്ള ഒരു രേഖയും ഈ അന്വേഷണത്തിൻ്റെ ഒരിടത്തും കാണിച്ചിട്ടേ ഇല്ല. എവിടെയെങ്കിലും ഈ പുള്ളിക്കാരി ഈ പിൻ നമ്പർ നിലനിർത്താൻ വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റി, ഒരു മുന്നോട്ടുള്ള ഒരു സ്റ്റെപ്പിനും വെക്കണ്ടേ? അങ്ങനെ സ്റ്റെപ്പ് വെച്ചിട്ടേ ഇല്ല. ഇതിനുശേഷം ഇതിനകത്ത് ഇത് തന്നെയാണ് മെയിനായിട്ടുള്ള NMC തീരുമാനിക്കാനുള്ള കാരണം. നിങ്ങളെപ്പോഴും നിങ്ങൾ എത്ര കൊടികൊമ്പൻ കുലകുത്തിയ നേഴ്സാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്കൊരു അന്വേഷണം നേരിടുമ്പം ആ അന്വേഷണ ഏജൻസിയോട് നിങ്ങൾ സഹകരിക്കേണ്ട നിയമത്തിൻ്റെ ഭാഗമാണ്. അതൊക്കെ നിങ്ങളുടെ NMC കോഡ് ഓഫ് കണ്ടക്റ്റിനകത്ത്, കോഡ് ഓഫ് പ്രാക്ടീസിനകത്ത് ഉള്ളതാണ്. അല്ലാതെ തെറ്റ് വരുത്തുന്നതല്ല ഇതിനകത്ത് പ്രശ്നം. ചിലപ്പോൾ നിങ്ങളുടെ അബദ്ധം കൊണ്ട് ചിലപ്പോൾ ഒരാൾ മരിച്ചു പോയെന്ന് വരാം, നിങ്ങളുടെ അബദ്ധം കൊണ്ട് ചിലപ്പോൾ വലിയൊരു അപകടം സംഭവിച്ചെന്ന് വരാം, ഒക്കെ ഉണ്ട്. ബട്ട് ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്, ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. ഇതെൻ്റെ മിസ്റ്റേക്കാണ്, ഇതിൽ നിന്ന് ഞാൻ എന്ത് പഠിച്ചു, ഇനി ഇതിനകത്ത് എങ്ങനെയായി തെറ്റ് വരുത്താതിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ആ മിസ്റ്റേക്ക് ഏറ്റു പറയുന്നത് കൂടെ ഇനിയൊരു വലിയ കമ്മ്യൂണിറ്റിക്കായിരിക്കും ചിലപ്പോൾ ആ തെറ്റിനെയും വരുത്താതിരിക്കുന്ന ലെവലിലോട്ട് അതിനെ അവർക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത്. ഇവിടുത്തെ രീതി അങ്ങനെയാണ്. സഹകരണത്തിൻ്റെ അഭാവം, അതായത് ഒരു തരത്തിൽ സഹകരിക്കില്ല. 2023 മുതൽ NMC ആയിട്ട് യാതൊരു ആശയവിനിമയം നടത്തിയിട്ടില്ല. തങ്ങളുടെ എന്താണ് എൻ്റെ ഭാഗത്തെ തെറ്റ്,
ഈ പുള്ളിക്കാരിക്ക് എന്തൊരു ഉൾക്കാഴ്ച ഉണ്ടായി, ഇതെൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ, അതോ എന്നെ ഈ പുള്ളിക്കാരിക്ക് ഇനി ശരി ബുള്ളി ചെയ്യപ്പെട്ടതാണ് എന്ന് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ, ഈ കൂട്ടത്തിലുള്ള നേഴ്സ് ബുള്ളി ചെയ്യാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെങ്കിലും പറയണ്ടേ, അതിനൊരു യൂണിയൻ റെപ്രസെൻറ്റേറ്റീവിനെ കൊണ്ടുവരണ്ടേ. അതൊന്നും ഈ പുള്ളിക്കാരി ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ പറയാൻ കാര്യം കേസിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കിയാൽ മതി. ഒരു 2 ദിവസങ്ങളിൽ നടന്ന കാര്യത്തെക്കുറിച്ചാണ് ഈ സംഭവം മുഴുവൻ. അതായത് ഒരു നേഴ്സ് പുറകെ നടന്നങ്ങ് കുറ്റം കണ്ടുപിടിച്ച് ബുള്ളി ചെയ്യുന്നതാണെന്ന് വെച്ചു, ഉണ്ടാകാതിരിക്കത്തൊന്നുമില്ല. ഇവിടെ ഉണ്ടാകുന്ന കാര്യം തന്നെയാണ്, ഉണ്ടായേക്കാം. നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യുന്നില്ലേ? എന്തുകൊണ്ടാണ് നമ്മുടെ അമ്മച്ചിമാരും നേഴ്സിംഗ് സൂപ്രണ്ടുമാരും മേട്ടന്മാരെയും നേഴ്സിംഗ് സീനിയർമാരും നമ്മൾ കിടന്ന് പ്രാകുന്നത്? ഈ പണ്ടാരങ്ങൾ നമ്മുടെ പുറകെ കിടന്ന് ഈ മാനവനെ പ്രീതിപ്പെടുത്താൻ നമ്മളെ ഇട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? ഇവിടെയും മാറ്റമൊന്നുമില്ല. ആ പഴയ ചൊറിച്ചിലുകാരി ഇവിടെ വന്നിരിക്കുന്നു. പേരും രൂപമൊക്കെ ഒന്ന് മാറി, മോളമ്മ എന്നുള്ള സംഭവം മാറി, ചിലരുടെ വലിയ വലിയ പദവിയിലോട്ടൊക്കെ കയറുന്നുള്ളൂ. ബാൻഡ് 7, 8 ഒക്കെ ആയതേ ഉള്ളൂ. സ്വഭാവം പഴയ തന്നെ, മാറ്റമൊന്നുമില്ല. അപ്പോൾ നിങ്ങളിതൊക്കെ പ്രതീക്ഷിക്കണം. അത് 2024 ആ കേസ് നടക്കുന്ന ആ പകുതി വഴിക്ക് വെച്ച് തന്നെ ഈ പുള്ളിക്കാരി ഇവിടെ വിട്ടങ്ങ് പോയി. അതായത് ജോലിക്ക് മുമ്പോട്ട് കണ്ടിന്യൂ ഒന്നുമില്ല. ആ സസ്പെൻഷൻ പീരീഡ് തന്നെ പുള്ളിക്കാരി രാജ്യം വിട്ടങ്ങ് പോയി. സ്വാഭാവികമായിട്ട് ഇവർക്ക് മുമ്പോട്ട് കോൺടാക്ട് ചെയ്യാൻ, ഈ കേസ് മുമ്പോട്ട് നടത്താനുള്ള മാർഗ്ഗമില്ലാതാവുന്നു. വീണ്ടും അവരസ്യൂം ചെയ്യേണ്ടത് എന്തുവാണ്? എന്നാലും അവളപ്പോൾ ഇവിടുന്ന് വിട്ടുപോയപ്പോൾ അവളുടെ മാനസിക വിഷമം കൊണ്ടും ദുഃഖം കൊണ്ടും അവൾ ഇട്ടച്ചും പോയെന്നാണോ? അല്ല, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ശരിക്കും റിയാലിറ്റിയിൽ ചിലപ്പോൾ ഈ പുള്ളിക്കാരിയെ ബുള്ളി ചെയ്ത് പുള്ളിക്കാരി ഇവിടുന്ന് ഔട്ടായി പോയതായിരിക്കാം. പക്ഷേ ആ കാണിച്ച ഒറ്റ ആക്ഷനെ കൊണ്ട് ഈ പുള്ളിക്കാരുടെ പേര് എന്നേക്കുമായിട്ട് സ്ട്രൈക്ക് ഓഫ് ആകുകയാണ്. കാരണം അവരുടെ തെറ്റ് അക്സെപ്റ്റ് ചെയ്ത് ഇറങ്ങിപ്പോയതായിട്ടാണ്. അല്ലേ അവർക്ക് എന്തോ ഹൈഡ് ചെയ്യാനുള്ളതുകൊണ്ടല്ലോ അവർ ഓടി രക്ഷപ്പെട്ട എന്നൊരു സംഭവത്തിലോട്ട് വന്നു. ഇതുകൊണ്ടാണ് പറയുന്നത്. ഈ പറഞ്ഞ സംഭവം എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണ്. ഏത് പ്രൊഫഷനിൽ നിൽക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിലുള്ളതാണ്. നിങ്ങൾക്കെതിരെ നാളെ ഒരു അന്വേഷണം ഒരു കണ്ടീഷൻ ആർക്കും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രോമിസ് ആർക്കും നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. നിങ്ങൾ വർക്ക് ചെയ്യുന്ന എല്ലാ കണ്ടീഷനിലും ഇതുണ്ട്. എന്ന് എവിടെ വേണം നിങ്ങൾക്കെതിരെ ആരോപണം വരാം. അത് കണ്ടു വേണം നിങ്ങൾ നിൽക്കാൻ. അത് ഈ റിസ്കിൻ്റെ ഭാഗമാണ്. എന്തുകൊണ്ടാണ് നമ്മളിതിനെക്കുറിച്ച് പറയാനുള്ള കാരണം? അതായത് ഒരു ഫോറിൻ കൺട്രി വന്നിട്ട് നിങ്ങളൊരു ജോലി ചെയ്യാൻ ശ്രമിക്കുമ്പം നിങ്ങൾക്ക് ഏറ്റവും മിനിമം വേണ്ട വസ്തുവാണ് ആ ഭാഷയിലുള്ളൊരു പ്രാവീണ്യം. നമുക്ക് എല്ലാവർക്കും ഞാൻ മുമ്പേ പറഞ്ഞു, വിശദമായിട്ട് പറഞ്ഞു, ഓരോ സ്ഥലങ്ങൾക്കകത്തും ആക്സെൻറ്റ് മാറുന്ന കാര്യം ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞുകൊണ്ട് ആക്സെൻറ്റ് എനിക്ക് ഇന്ന ആക്സെൻറ്റുള്ളവരോട് സംസാരിക്കുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമുക്ക് വരുന്ന ക്ലയൻറ്റ് പലതരത്തിലുള്ളതാണ്. നമുക്ക് സംസാരിച്ചേ പറ്റൂ. മനസ്സിലാകുന്നില്ലാത്തതിന് മനസ്സിലാകുന്നില്ല എന്ന് തന്നെ അഡ്രസ്സ് ചെയ്യണം. ചിലപ്പോൾ ആൾക്കാരെ കളിയാക്കുമായിരിക്കും. കൂടുതലെ ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ ഇച്ചിരി കൊച്ചാകുമായിരിക്കും. ആയിക്കോട്ടെ എല്ലാ ദിവസവും എല്ലാ ആക്ടിനും എല്ലാ ഒരു പുരോഗതിക്കും ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഉണ്ടെന്നേ. ആദ്യം ഒരു സ്റ്റെപ്പ് വെക്കണം. ആ സ്റ്റെപ്പ് ഞാൻ വെക്കത്തില്ല. ഞാനിതിങ്ങനെ ഈ പൊട്ടം കളിച്ച് അസ്യൂം ചെയ്ത് നടക്കും. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് കേട്ട വേറൊരു കേസാണ് അത്. ചെവി കേൾക്കാൻ ഇച്ചിരി പുറകോട്ടാണ്. പക്ഷേ ആ പുള്ളിക്കാരിക്ക് സമ്മതിക്കാൻ വയ്യ. പലതവണ പറഞ്ഞു, നീ ഞാൻ പറയുന്ന കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. പുള്ളിക്കാരിക്ക് യാ എന്ന് പറഞ്ഞിട്ടൊക്കെ എഴുതിട്ട് പോകും. പലതവണയായപ്പോൾ വേറെ വഴിയില്ല. മാനവനോട് റിപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. ഈ ആൾക്ക് ചെവിക്ക് കേൾവിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചു. അവർ അമ്പിനും പിന്നെ സമ്മതിക്കില്ല. ആ പുള്ളിക്കാരിക്ക് ഒരു കേസ് മുമ്പോട്ട് പോയപ്പോൾ അവർ പറയുന്നത് ഞാനിത് തിരിച്ചറിഞ്ഞില്ലായിരുന്നു, ഇത്രയും കാലമായിട്ട് എനിക്ക് കേൾവിക്ക് കുഴപ്പമുണ്ടായിരുന്നു തിരിച്ചറിഞ്ഞത് അവർ പറയുന്നത്. അതിനവർ കാരണം പറഞ്ഞാൽ ഞാൻ ഇയർഫോൺ വെക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, എല്ലാം വൃത്തിയായിട്ട് കേൾക്കുന്നുണ്ട്, മറ്റുള്ള ആൾക്കാർ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്, പിള്ളേർ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ അത് അവരുടെ നോർമൽ കണ്ടീഷനകത്ത് അവർ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ കെയർ ഹോമിനകത്ത് വന്നൊരു നേഴ്സ് സംസാരിക്കുമ്പോൾ പ്രൊഫഷണൽ ലെവലിലുള്ള ടോണിൽ സംസാരിക്കുമ്പോൾ പുള്ളിക്കാരിക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരിക്കൽ പോലും ഇത് എന്തുകൊണ്ടാണ് ചോദിക്കാതെ ഈ പുള്ളിക്കാരി ലിപ്പ് റീഡ് ചെയ്യുവാണെന്ന്. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായ ഒരു സീരിയസ് ഇഷ്യൂവിനകത്ത് അവളോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു. അവളത് ചെയ്തില്ല. അത് ചെയ്തെന്നോർത്ത് ഞങ്ങളുടെ കൂടുതൽ നേഴ്സുമാർ ഓരോ കാര്യങ്ങൾ ചെയ്ത് പോയി. കുറേ കഴിഞ്ഞ് അറിയുന്നത് അവളത് റിപ്പോർട്ടാക്കുമോ പേപ്പറാക്കുമോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. വൈകുന്നേരമാണ് അറിയുന്നത്. വൈകുന്നേരം ആയപ്പോൾ ഈ ആൾ ഹോസ്പിറ്റലിൽ വിട്ട ആൾ പോയി. ആ പർട്ടിക്കുലർ റെസിനോട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടിയിരുന്ന പേപ്പർ വർക്കായിരുന്നു. അവളത് ചെയ്തില്ല. അവൾ ഉച്ചയായപ്പോൾ വീട്ടിൽ പോയി. സ്വാഭാവികമായിട്ടും ചിന്തിച്ചിരിക്കേ കൂടുതൽ ആൾക്കാർ പെട്ടുപോകുന്ന വഴി ഒന്ന് ആലോചിക്കേ. ചോദിച്ചു കഴിയുമ്പോൾ അവൾ പറഞ്ഞാൽ ഞാൻ എപ്പോഴും എന്നോട് പറഞ്ഞത്. ആദ്യം ഞങ്ങൾ ഓർത്ത് പൊട്ടം കളിക്കുക. അവൾക്ക് ചെയ്യാത്തൊരു കാര്യത്തിന് ഞങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി പൊട്ടം കളിക്കുക. അല്ല, അവർക്ക് ചെവി കേൾക്കുന്നതിനകത്ത് കുഴപ്പമുണ്ടായിരുന്നു. ഈ കേസ് മുമ്പോട്ട് പോയി. കാരണം നേഴ്സുമാരായിട്ട് വിട്ടില്ല, എല്ലാവരും അതിൻ്റെ പുറകെ നടന്നു. കേസ് മുമ്പോട്ട് പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തിരിച്ചു പിടിച്ച് വന്നപ്പോഴത്തേനും ഇവർക്ക് കേൾവിക്ക് കുഴപ്പമുണ്ട്. ഇയർഫോൺ വെച്ചാൽ മാത്രമേ അവർക്ക് പ്രോപ്പറായിട്ട് കേൾക്കത്തുള്ളൂ. എത്രയോ ഒരു ഡെസിബിളിൻ്റെ താഴെ കണ്ടേ കേൾക്കത്തുള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ട് ഈ ലിപ്പ് റീഡ് ചെയ്യുകയും അസ്യൂം ചെയ്യുകയും അവൻ്റെ വർത്തമാനം പറഞ്ഞ രീതി എനിക്കറിയാം, അവൻ എന്നാ മനസ്സിൽ കാണുന്ന എനിക്ക് ഊഹിക്കുക എന്നൊക്കെ പറയുന്നതിന് വരും വളരെ സിമ്പിളായിട്ട്. എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫാണെന്നറിയോ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞുകൂടെ ഐ ആം റിയലി സോറി, ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു സെഡ് എന്ന് പറഞ്ഞാൽ തീരേണ്ട സീനായിരുന്നു. ഇത് ഒരു മലയാളി എല്ലാത്തിനും കയറേണ്ട കാര്യം ഇപ്പോൾ ഈ പറഞ്ഞത്. ഇത് മലയാളി ആയിരിക്കുന്ന ഒരാളപ്പോൾ എന്തുമാത്രം മുമ്പോട്ടിറങ്ങി നിന്ന് ചെയ്യണം. ദയവ് ചെയ്ത് ഭാഷയ്ക്കകത്ത് കളിക്കരുത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല ഭാഷ. നിങ്ങൾ ചിലപ്പോൾ ഈ കേട്ട ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് പറയുന്ന സാധനത്തിന് എനിക്ക് ചായ വേണ്ട എന്നല്ല അർത്ഥം, അതിന് വേറൊരു അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കാൻ മാത്രം ഒരു പ്രാവീണ്യ ഭാഷയിലാവുന്നതിന് വരെ ഡബിൾ മീനിങ്ങും ഇഡിയംസും ഇട്ടിട്ട് കളിക്കരുത്. അർത്ഥം മാറിപ്പോവും. ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ ആൾക്കാരോട് സംസാരിക്കണം. ഞാൻ ആരോടും മിണ്ടില്ല എന്ന് ചിരിച്ചുകൊണ്ട് മാത്രമേ ഇരിക്കത്തുള്ളെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഭാഷയിൽ പ്രാവീണ്യം ഉണ്ടാക്കാൻ പോകുന്നില്ല. ആൻഡ് ഫ്യൂച്ചർ വിൽ ബി റിയലി സ്ട്രഗിളിങ്, അത്രേ ഉള്ളൂ. ട്രബിൾസമായിട്ടൊരു ഫ്യൂച്ചറാണ് നിങ്ങൾക്കുള്ളത്.
ഈ നിൽക്കുന്ന പ്രൊഫഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ദിവസം രാവിലെയുള്ള പോളിസി ആയിരിക്കും അടുത്ത ദിവസം രാവിലെ. ഞാൻ വന്ന കാലത്ത് വാണ്ടറിങ് റെസിഡൻ്റ് എന്നൊരു ഉപയോഗം ഉണ്ടായിരുന്നു. റെസിഡൻറ്റ് വാണ്ടർ ചെയ്യുന്നത് പറഞ്ഞാൽ വളരെ നോർമലായിരുന്നു. കാരണം ആ ഡിമെൻഷ്യ രോഗിയാണ് പുള്ളിക്കാരൻ. ഹി വാസ് വാണ്ടറിങ് ഓൾ അറൗണ്ട് ദ ആഫ്റ്റർനൂൺ, ഓൾ അറൗണ്ട് ദ പ്രമിസസ് ഇൻ ദിസ് ആഫ്റ്റർനൂൺ എന്ന് എഴുതി വെക്കാം, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ വാണ്ടറിങ് എന്നുള്ള സംഭവം മാറി. അതിൻ്റെ ഉപയോഗിക്കേണ്ട ഒരു സംഭവം റെസിഡൻറ്റ് വോക്കിംഗ് അറൗണ്ട് വിത്ത് എ പർപ്പസ് ഓർ വിത്തൗട്ട് എ പർപ്പസ് എന്നിരുന്നതൊക്കെ ആക്കി. നിങ്ങളെപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ട്രെയിനിങ്ങുകൾക്കകത്ത് കേൾക്കുന്നെങ്കിൽ രാത്രി നൈറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് ട്രെയിനിങ്ങിന് ഇരുന്ന് ഉറക്കം തൂങ്ങി എങ്ങനെയെങ്കിലും ഞാൻ ട്രെയിനിങ് തീർത്തിട്ട് വീട്ടിൽ പോകുക. അത് കേൾക്കുന്ന എന്തെങ്കിലും സാധനം തലയ്ക്കകത്ത് കൊണ്ടുപോകണം. അവർ പൊട്ടന്മാരായതുകൊണ്ടല്ല എല്ലാ വർഷവും നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത്. ആ ട്രെയിനിങ്ങിന് ഒരു അർത്ഥമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത്. പിന്നെ ഒരു അന്വേഷണം തൊടുത്തും വിളിച്ചാൽ റിട്ടേൺ എവിഡൻസ്, ഈ പുള്ളിക്കാരുടെ റിട്ടേൺ എവിഡൻസ് ഈ പുള്ളിക്കാർക്ക് അത് ഏറ്റവും ഭയങ്കരമായിട്ട് സ്റ്റാൻഡ് ചെയ്ത് റിട്ടേൺ എവിഡൻസ് കൊടുക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ ദയവ് ഇതൊന്ന് കൺസൾട്ട് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾ എഴുതുന്ന 1-2 വരിക്കാത്ത ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ വലിയ ടൈപ്പിലുള്ള ഈ കഴുത്തിനിട്ട് കിട്ടുന്ന വെട്ടം ഒഴിവാക്കാം. കൈക്കിട്ടോ കാലിട്ടോ കിട്ടുന്ന വെട്ടാക്കി മാറ്റാം അതിനെ. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? കാരണം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തതെന്നല്ല പറഞ്ഞത്, തെറ്റ് അക്സെപ്റ്റ് ചെയ്തതെന്നല്ല പറയുന്നത്. അത് അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ലെവലുണ്ട്, അല്ലാതെ എഴുതി വെക്കുന്നൊരു പരുവുണ്ട്. അല്ലാതെ ഞാൻ സൂപ്പർ ന്യൂമറി ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു, ഞാനൊരു എക്സ്ട്രാ പെയർ ഓഫ് ഹാൻഡ് മാത്രമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ തീരുമാനം എടുക്കാത്തതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ സോറി കേട്ടോ, ഇതിനൊന്നും വേറെ മറുപടി പറയാനില്ല. നിങ്ങളുടെ വർക്ക് പ്ലേസിൻ്റെ പോളിസി പോലും അറിയാതാണ് നിങ്ങൾ അങ്ങനെ മണ്ടത്തരം കാണിച്ചെന്നല്ലേ ഇതിനർത്ഥം. അത് എഴുതുന്നതിന് മുമ്പ് ഒരു സീനിയറിനോടെങ്കിലും ചെക്ക് ചെയ്യാമായിരുന്നു. ഇനി സീനിയറിനോട് വേണമെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ ChatGPT പോലത്തെ ഇഷ്ടംപോലെ AI എഞ്ചിനുകളുണ്ട്. നിങ്ങൾ എഴുതി വെച്ചിട്ട് ആ AI എഞ്ചിനോട് മലയാളത്തിൽ പറഞ്ഞാൽ മതി, ChatGPT ഞാൻ ഈ എഴുതി വെക്കുന്ന സാധനം ഇങ്ങനൊരു കേസിൻ്റെ ഭാഗമായിട്ട് എനിക്കെതിരെ ഇൻവെസ്റ്റിഗേഷൻ വന്നിരിക്കുകയാണ്, ഞാൻ UK വർക്ക് ചെയ്യുന്നത്, ഞാൻ എഴുതി തരുന്ന ഈ PDF ഫയൽ അല്ലെങ്കിൽ ഈ ഡോക്യുമെൻറ്റ് ഫയൽ ഒന്ന് അസസ് ചെയ്തിട്ട് ഞാൻ തിരുത്തേണ്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ് ഇതിനകത്ത് തെറ്റ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശദമായിട്ട് പറഞ്ഞുതരും. അതിനനുസരിച്ചൊന്ന് തിരുത്തി എഴുതിയാൽ മാത്രം മതി. ഇനി പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, ഈ പറഞ്ഞ സംഭവം വേറെ ആരെ കൊണ്ട് എഴുതിപ്പിച്ചതാണെങ്കിൽ നിങ്ങൾ പെട്ടു, നിങ്ങളുടെ വിധിയാണത്. അവരെഴുതി തന്ന സാധനത്തിന് അർത്ഥം എന്തുവെന്ന് മനസ്സിലാകാതെ നിങ്ങളിത് കൊണ്ട് സബ്മിറ്റ് ചെയ്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ കൊണ്ടാണ് പറയുന്നത്. ഈ ജോലി ട്രക്ക് ഓടിക്കുകയല്ല, ബസ് ഓടിക്കുകയല്ല, അല്ലെങ്കിൽ ഫോർക്ക് ലിഫ്റ്റ് വെച്ച് എന്തെങ്കിലും സാധനം മാറ്റി വെക്കുകയല്ല എന്നൊന്ന് ഓർക്കുക. ഇതൊരു ജീവനുമായിട്ട് ബന്ധപ്പെട്ട ജോലിയാണ്. ഈ ജോലിക്ക് അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര ശമ്പളം തരുന്നത്. ശമ്പളം വലിയ ആനമുട്ട ശമ്പളമൊന്നും അല്ലെങ്കിലും അതിന് ശമ്പളം കൂടിത്തരികയും അല്ലെങ്കിൽ അതിന് കൂടുതൽ സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് അതിനകത്ത് കിട്ടുകയും ചെയ്യുന്നതിൻ്റെ കാരണം അത് ജീവനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു ബോധത്തിൽ വേണം അങ്ങനത്തെ ഒരു ഫ്ലോറിൽ പോയി വർക്ക് ചെയ്യാൻ. അല്ലാതെ എനിക്ക് തോന്നുന്ന പോലെ ഞാൻ ഓരോന്ന് ചെയ്ത് വെച്ചും ഞാൻ എക്സ്ട്രാ ഹാൻഡില്ല, അതുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ, ഇനി സീനിയർ ആയാലും വരണമായിരുന്നു, എന്നാൽ മാത്രമേ ഞാൻ സെഷർ അടിച്ച് അപസ്മാരം അടിച്ച് വരച്ചുകൊണ്ട് ഇതിനെ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സോറി. ഇനി ഇത്രയാണ് നമുക്ക്, അതായത് സാധാരണ ഇവിടെ വർക്ക് ചെയ്യുന്നൊരു ഫോറിനായിട്ടുള്ള ഒരാൾക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള ഏക പാഠം. സോ അൺഫോർച്ചുനേറ്റ്. ഒത്തിരി കഷ്ടപ്പെട്ടായിരിക്കണം നമ്മളെപ്പോലൊക്കെ എല്ലാവരും ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് തന്നെ, അല്ലാതെ ആരും നമ്മളെ നൂലിൽ നിന്ന് കെട്ടിയിറക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. കഷ്ടപ്പെട്ട് വന്ന ഒരാൾക്ക് ഈ ഒരു പിൻ നമ്പർ നഷ്ടപ്പെടുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്തുവാന്ന് മനസ്സിലാവും. പക്ഷേ യൂണിയൻ എന്നൊരു സംഭവമുണ്ട്, അവിടെ അപ്രോച്ച് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വസനീയമായിട്ടുള്ള സീനിയേഴ്സിനെ ഒരു ഗ്രൂപ്പിനെ കണ്ടുപിടിക്കുക. ഇഷ്ടംപോലെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇപ്പം. ഞാനും തന്നെ ഇപ്പോൾ എത്രയോ വാട്സപ്പ് ഗ്രൂപ്പ് മെമ്പറാണെന്നറിയോ. ഈ കേരള നേഴ്സസ് കമ്മ്യൂണിറ്റിയിൽ നിന്നും കേരള നേഴ്സസ് UK നിന്നും ഒക്കെയുള്ള ഒത്തിരി ഗ്രൂപ്പുകളുണ്ട്. മിക്കവരും CV എഴുതാൻ വരെ സഹായിക്കുന്ന ഗ്രൂപ്പുകളെ ഞാൻ കണ്ടു പലയിടത്തും. നമുക്ക് ആവശ്യമില്ലെങ്കിലും ഞാനത് പലരെ ഇങ്ങനെ കണക്ട് ചെയ്യുകയും കാണുകയും അങ്ങോട്ടും ബന്ധപ്പെടുത്തി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ ഓൾ ഡു ദർ ലെവൽ ബെസ്റ്റ്. ഇവരൊക്കെ വലിയ പൊസിഷനിരിക്കുന്ന പല നേഴ്സുമാരും, പല ഹോസ്പിറ്റലിൽ മേട്ടർമാരുണ്ട്, ബാൻഡ് 6, 7, 8 ഒക്കെ അങ്ങനത്തെ വലിയ നേഴ്സുമാരൊക്കെ പല ഗ്രൂപ്പുകൾക്കകത്തും കാണാം. അവരൊക്കെ നിസ്വാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്, അല്ലാതെ അവരാരും ഫീസിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ലത്. ഇങ്ങനെയൊക്കെ കമ്മ്യൂണിറ്റികൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഞാനൊരു അസോസിയേഷൻ്റെ കീഴിൽ പാത്തിരുന്ന് വെച്ചും മറ്റേ ചേച്ചിയോട് മറിച്ചേ ചേച്ചിയോട് ചോദിച്ചു, ആ ചേച്ചിയോട്ട് റിപ്ലൈയും തരത്തില്ല, ജാടയും കാണിച്ച് നിൽക്കുന്ന ഒരു ടൈപ്പിലുള്ളൊരു ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പോയി നിന്ന് അത് നിങ്ങളുടെ വിധിയാണ്, നിങ്ങളാണ് തപ്പിയെടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ട കമ്മ്യൂണിറ്റി, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട സ്ഥലം ഏതാണെന്നുള്ളത് അല്ലേ. അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം ഇങ്ങനൊരു കേസ് ഉണ്ടായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.